വചനം 174. ഇന്നല്ലദീന നിശ്ചയമായും യാതൊരു കൂട്ടർ യക്തുമൂന അവർ മറച്ചുവെക്കും, മൂടിവെക്കും, മാ അൻസലല്ലാഹു അല്ലാഹു അവതരിപ്പിച്ചതിനെ, മിനൽ കിതാബി വേദഗ്രന്ഥത്തിൽ നിന്ന്, ഗ്രന്ഥത്തിൽപ്പെട്ടതായി, വയസ്തറൂന അവർ വാങ്ങുകയും ചെയ്യും, ബിഹി അതിന് പകരം, സെമനൻ വില, ഖലീലൻ അല്പമായ, ഉലായിക ആ കൂട്ടർ, മായകുലൂന അവർ തിന്നുന്നില്ല, ഫീ ബുതൂനിഹിം അവരുടെ വയറുകളിൽ, ഇല്ലന്നാർ അഗ്നിയല്ലാതെ, വലായുകല്ലിമുഹും അവരോട് സംസാരിക്കുകയുമില്ല, അല്ലാഹു യൗമൽ ഖിയാമത്തി ഖിയാമത്തു നാളിൽ, വലായുസക്കീഹിം അവരെ സംസ്കരിക്കുകയുമില്ല, ശുദ്ധമാക്കി നന്നാക്കുകയുമില്ല, വലഹും അവർക്കുണ്ട് താനും, അദാബുൻ അലീം വേദനയേറിയ ശിക്ഷ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബി വയശ്തറൂന ബിഹി തമനൻ ഖലീലൻ ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. നിശ്ചയമായും വേദഗ്രന്ഥത്തിൽ നിന്ന് അല്ലാഹു അവതരിപ്പിച്ചതിനെ മറച്ചുവെക്കുകയും അതിന് പകരം അല്പമായ വില വാങ്ങുകയും ചെയ്യുന്നവർ, അക്കൂട്ടർ അവരുടെ വയറുകളിൽ നരക അഗ്നിയല്ലാതെ തിന്നു നിറക്കുന്നില്ല. ഖിയാമത്തു നാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയുമില്ല, അവരെ സംസ്കരിച്ചു ശുദ്ധമാക്കുകയുമില്ല, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ടായിരിക്കും. വചനം 175. ഉലൈകല്ലദീന അവർ യാതൊരു കൂട്ടരാണ്, ഇശ്തറവു അവർ വാങ്ങി, അദ്ദലാലത വഴിപിഴവ്, ദുർമാർഗം, ബിൽ ഹുദ നേർമാർഗത്തിന് പകരം, വൽ അദാബ ശിക്ഷയെയും, ബിൽ മഗ്ഫിറ പാപമോചനത്തിന് പൊറുക്കുന്നതിന്, ഫമാ അസ്ബറഹും അപ്പോൾ അവർക്ക് സഹനമുണ്ടാക്കിയതെന്ത്, അലന്നാർ നരകത്തെക്കുറിച്ച്. ഉലൈക അല്ലദീന ഇശ്തറവു അദ്ദലാലത ബിൽ ഹുദാ വൽ അദാബ ബിൽ മഗ്ഫിറ ഫമാ അസ്ബറഹും അലന്നാർ അക്കൂട്ടർ സന്മാർഗത്തിന് പകരം ദുർമാർഗവും പാപമോചനത്തിന് പകരം ശിക്ഷയും വാങ്ങിയവരത്രേ. അപ്പോൾ നരകത്തെപ്പറ്റി അവർക്ക് ഇത്രയേറെ സഹനമുണ്ടാക്കിയതെന്താണ്? വചനം 176. ദാലിക അത്, ബി അന്നല്ലാഹ അല്ലാഹു ആകുന്നു എന്നതുകൊണ്ടാണ്, നസ്സലൽ കിതാബ ഗ്രന്ഥം ഇറക്കി എന്നത്, ബിൽ ഹഖ് യഥാർത്ഥ പ്രകാരം, മുറയനുസരിച്ച്, വ ഇന്നല്ലദീന നിശ്ചയമായും യാതൊരു കൂട്ടർ, ഇഖ്തലഫു അവർ ഭിന്നാഭിപ്രായത്തിലായിരിക്കുന്നു, ഫിൽ കിതാബി വേദഗ്രന്ഥത്തിൽ, ലഫീ ശിഖാഖിൻ കക്ഷിത്വത്തിൽ തന്നെ, ബഈദിൻ വിദൂരമായ. ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. വേദഗ്രന്ഥത്തെ അല്ലാഹു യഥാർത്ഥ മുറപ്രകാരം അവതരിപ്പിച്ചിരിക്കുന്നത് കൊണ്ടത്രേ അത്, അഥവാ അതാണ് ഈ കടുത്ത ശിക്ഷയ്ക്ക് കാരണം. വേദഗ്രന്ഥത്തിൽ ഭിന്നാഭിപ്രായം കാണിച്ചവരാകട്ടെ നിശ്ചയമായും വിദൂരമായ കക്ഷിപിരിവിൽ തന്നെയാകുന്നു. 174, 175, 176 എന്നീ വചനങ്ങളുടെ വിശദീകരണം. അവതരണ സന്ദർഭം നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ സത്യതയെ സ്ഥാപിച്ചും പ്രവചിച്ചും കൊണ്ട് തൗറാത്തിലും ഇഞ്ചീലിലും വന്നിട്ടുള്ള സത്യങ്ങളെ
ജനങ്ങൾക്ക് വെളിവാക്കി കൊടുക്കാതെ മൂടിവെക്കുന്ന വേദക്കാരായ പണ്ഡിതന്മാരെ, വിശേഷിച്ചും യഹൂദി പണ്ഡിതന്മാരെ സംബന്ധിച്ചാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിക്കപ്പെടുന്നത്. പക്ഷേ ഈ വചനങ്ങളിലെ വാചകങ്ങൾ പരിശോധിക്കുമ്പോഴും അവതരണ കാരണം പ്രത്യേകമായിരുന്നാലും വിധി പൊതുവായിരിക്കുമെന്ന തത്വപ്രകാരവും ഈ വചനങ്ങൾ അവരെ മാത്രം ബാധിക്കുന്നതാണെന്ന് കരുതിക്കൂടാ. വേദവിജ്ഞാനങ്ങളും മതസത്യങ്ങളും അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യലാഭങ്ങളെയും സ്വാർത്ഥ താൽപ്പര്യങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ട് മൂടിവെക്കുന്ന എല്ലാവർക്കും ബാധകമാണ് ഈ താക്കീതുകൾ എന്നതിൽ സംശയമില്ല. ഈ ദുസ്സമ്പ്രദായത്തിൻ്റെ ഭയങ്കരത എത്രമാത്രമാണെന്ന് ഈ വചനങ്ങളിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നോക്കുക. 1. അള്ളാഹു വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചതിനെയാണ് അവർ മൂടിവെക്കുന്നത്. ഇത് അള്ളാഹുവിനോട് ചെയ്യുന്ന ധിക്കാരമാണല്ലോ. 2. മൂടിവെക്കുന്നതിന് പകരം അവർക്ക് ലഭിക്കുന്ന വില അഥവാ അതിന് പകരം ലഭിക്കുന്ന നേട്ടം കേവലം തുച്ഛവും നിസ്സാരവുമായിരിക്കും. ഐഹികമായ ലാഭങ്ങളോ താൽക്കാലിക നേട്ടങ്ങളോ മാത്രമാണ് ഈ കൃത്യത്തിന് അവരെ പ്രേരിപ്പിക്കുന്നത്. ഐഹികമായ നേട്ടങ്ങൾ എത്ര തന്നെ വമ്പിച്ചതായിരുന്നാലും അത് കേവലം നിസ്സാരം തന്നെയായിരിക്കും. ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. അഥവാ ഇഹലോക ജീവിതത്തിൻ്റെ സുഖ സൗകര്യം പരലോക സുഖത്തെ അപേക്ഷിച്ച് തുച്ഛമല്ലാതെ ഇല്ല. സൂറത്തു തൗബ 38. 3. ധനസമ്പാദനവും നേതൃത്വമോഹവും ഉദരപൂരണവുമായിരിക്കുമല്ലോ ഇത്തരക്കാരുടെ പ്രധാന ലക്ഷ്യം. വാസ്തവത്തിൽ അത് അഗ്നി കൊണ്ട് വയറു നിറക്കലാണ്. അഥവാ അതിൻ്റെ പേരിൽ അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഓരോന്നും പരലോകത്തിൽ അവരെ നരകാഗ്നിക്ക് ഇരയാക്കുകയാണ് ചെയ്യുന്നത്. 4. അത്തരക്കാർ ഇവിടെ വലിയ നേതാക്കളും വമ്പന്മാരുമായി അഭിനയിക്കുന്നവരായിരിക്കുമെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ നിന്ദ്യരും വെറുക്കപ്പെട്ടവരുമായിരിക്കും. അതിനാൽ ഖിയാമത്തു നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുക പോലും ചെയ്യുകയില്ല. ഇതിലധികം നിന്ദ്യത മറ്റെന്താണുള്ളത്? 5. അവരുടെ ദയനീയതയോ നിസ്സഹായതയോ പരിഗണിച്ച് അവരെ ഏതെങ്കിലും വിധേന നന്നാക്കിയെടുക്കുവാനോ അവർക്ക് പരിശുദ്ധി നൽകുവാനോ അള്ളാഹു തയ്യാറാകുന്നതുമല്ല. 6. ഇതിനെല്ലാം പുറമെ വേദനയേറിയ ശിക്ഷയും അഥവാ കഠോരമായ നരകശിക്ഷയും. സത്യം ഇന്ന പ്രകാരമാണെന്ന് അറിയാതെയും അന്വേഷിക്കാതെയും വഴിപിഴച്ചു പോകുന്നതിനേക്കാൾ ഗൗരവപ്പെട്ടതാണ് ഇക്കൂട്ടരുടെ വഴിപിഴവ്. സത്യം അറിഞ്ഞിട്ടും കൽപ്പിച്ചുകൂട്ടി ഒളിച്ചു വെക്കുകയാണിവർ ചെയ്യുന്നത്, അതും തുച്ഛമായ നേട്ടങ്ങൾക്ക് വേണ്ടി. അപ്പോൾ സന്മാർഗം വിറ്റ് ദുർമാർഗം വിലക്ക് വാങ്ങുകയും അള്ളാഹുവിങ്കിൽ നിന്ന് പാപമോചനം ലഭിക്കുവാനുള്ള മാർഗങ്ങൾ കുട്ടിയടച്ച് അതിനു പകരം അവൻ്റെ ശിക്ഷ കൈനീട്ടി വാങ്ങുകയുമാണ് വാസ്തവത്തിൽ ഈ പ്രവർത്തനം മുഖേന സംഭവിക്കുന്നത്. നരകശിക്ഷ എത്ര തന്നെ കഠോരമായാലും അത് തങ്ങൾ സഹിച്ചും ക്ഷമിച്ചും കൊള്ളാം. താൽക്കാലികമായ ഈ കാര്യലാഭങ്ങളാണ് അതിനേക്കാൾ തങ്ങൾക്ക് പ്രിയങ്കരമായത് എന്ന ഭാവമാണല്ലോ ഇവരിൽ നിന്ന് പ്രകടമാകുന്നത്. അതാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇവർക്ക് നരകത്തെപ്പറ്റി ഇത്ര സഹനം നൽകിയത് എന്താണ്? ഫമാ അസ്ബറഹും അലന്നാർ എന്ന്. ഇക്കാര്യം ഇത്രത്തോളം ഭയങ്കര പാതകമാകുവാനുള്ള മർമ്മപ്രധാനമായ കാരണങ്ങളാണ് അവസാനത്തെ വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. അതായത് അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥ മുറയനുസരിച്ചാണ്. അതിലുള്ളതെല്ലാം തന്നെയാണ് യഥാർത്ഥം. അത് വിവരിക്കേണ്ടുന്ന മുറപ്രകാരം തന്നെ അതിൽ വിവരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് വല്ലതും ഒളിപ്പിച്ചു വെക്കുന്നത് യഥാർത്ഥത്തിൽ വേദഗ്രന്ഥത്തിൻ്റെ നിഷേധവും അള്ളാഹുവിൻ്റെ ലക്ഷ്യത്തെ അവതാളപ്പെടുത്തലുമാണ്. വേദഗ്രന്ഥത്തിൽ ഭിന്നിപ്പും ഭിന്നാഭിപ്രായവും ഉണ്ടാക്കുന്ന ഇവർ അള്ളാഹുവിൻ്റെ എതിർകക്ഷിയായി അവനെതിരിൽ മത്സരം നടത്തുകയാണ് ചെയ്യുന്നത്. ഇതാകട്ടെ വിജയസാധ്യതയിൽ നിന്നും ന്യായസാധുതയിൽ നിന്നും അതിവിദൂരം തന്നെ.